Experience. ഗോകുൽദാസ് വിവേക് ദാസ്. അതെ അതിൻ്റെ പേര്. എനിക്കിന്നടുത്ത് പറയാനുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കരുത്, ചെറുപ്രായമാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ആടി പാപ്പനെ കുടിക്കരുത്. പോയി കള്ളുകൂടി പിന്നെ കൂട്ടുകെട്ട്. നിങ്ങൾ ബന്ധമല്ലേ പറഞ്ഞേ ഇവന് ചില അലമ്പി ടീമുകളായിട്ട് കൂട്ടുകെട്ട്. ഞാൻ ആരും ഉദ്ദേശിക്കുന്നത് നിനക്കറിയാമല്ലോ, മറ്റേ അവനുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ട്. കാരണം അത് ഭയങ്കര അപകടം, മുള്ളു മുറിക്കാൻ എനിക്ക് വ്യക്തിപരമായിട്ട് സ്നേഹമുള്ളവനാണ്. പക്ഷെ അവിടെ അവനായിട്ടുള്ള കൂട്ടൊക്കെ നിർത്തി. അവനോട് നിന്നെ കാണരുത്. ഇല്ല, എനിക്കതേ പറയുള്ളൂ. എന്റെ ക്ലാസ് ഉണ്ടോ? വിവേകെ, ഇവിടെ എത്ര പ്രാവശ്യം ഫോൺ വിളിക്കും, നീ എടുക്കാത്തത്? ഇവിടെ നിന്റെ ഒരു ആവശ്യത്തിലാടാ ഞാൻ പറഞ്ഞത്. പിന്നെ ഫോൺ വിളിച്ച് എടുക്കായിരുന്ന ഫോണ് സൈലന്റ് ആണല്ലോ. നീ ചുരുമ്പൻ്റെ അടുത്ത് ഇവനുമായിട്ടുള്ള കമ്പനി എന്താ കമ്പനി ഇല്ലല്ലോ. പിന്നെ കമ്പനിയിലായിട്ടാണ് ഇവൻ വന്നിട്ട് നിന്നെ വിളിച്ച് നീ എന്താ പറയാൻ പറഞ്ഞത്? എന്താ എന്തിനാ മോശം? എന്ത് മോശം? നിങ്ങൾ കാണിക്കുന്ന മോശം. ഞാൻ എന്ത് കാണിച്ചു? നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചുവിടണ. എനിക്ക് എന്റെ അടുത്ത് ഒന്നും ചോദിക്കാനില്ല. തൊട്ട് താഴെ കിടക്കല്ലേ, പിന്നെ അവന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ്? അവന്റെ അടുത്ത് എന്തോ ചോദിച്ചെന്ന് അവന്റെ അടുത്ത് എന്തോ ചോദിച്ചു. എന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കണ. എടാ എനിക്ക് നിന്റെ അടുത്തൊന്നല്ല, നീ കൊട്ടാരത്തിലാവനല്ല. ഞാൻ എവിടെ വന്ന് കയറി സോറി. ചൂടാവാൻ വേണ്ടി ചോദിക്കണല്ല. ഞാൻ ചൂടാവും. ഇവനോട് ഞാൻ എന്തോ ചോദിച്ചു, നീ ഇപ്പൊ വ്യക്തമാടാ. ഞാൻ നിന്റെ അടുത്ത് എന്തോ ചോദിച്ചു, ഇവനെ കുറിച്ച് ഞാൻ നിന്റെ അടുത്ത് എന്തോ ചോദിച്ചു, എനിക്ക് പറയണം. എന്റെ അണ്ണ, ഞാൻ നിങ്ങളുടെ അങ്ങനെ നീ അണ്ണാന്നൊന്നും വിളിക്കണ്ട. നീ മറ്റുള്ളടത്ത് പറയുന്നത് റൊണാൾഡ് പണിയറിയാത്തവൻ എന്നൊക്കെ കാര്യം പറഞ്ഞ. എന്ത് കാര്യം പറയാൻ? എന്താണ് നിനക്ക് വാക്കിന് അറിയില്ലാത്തവരാണ് നീ. വിവേക്, നീ വിളിച്ചിട്ടല്ലടാ ഞാൻ വന്നതാണ്. നീ വിളിച്ചിട്ടല്ല, ഇവിടെ ആരും വിളിച്ചല്ല. നീ മനഃപൂർവ്വം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് നീ നിന്റെ കൂട്ടുകാരും വിഷയം ചെയ്യാടാ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്ക് ഞാൻ ആ പരിസരത്ത് വെച്ചിട്ടാണ് ഒരക്ഷരം ഉണ്ടാണ് എന്റെ ചേട്ടത്തിയമ്മ പ്രശ്നം. പോലീസ് സ്റ്റേഷൻ. സാറേ, എന്നെ പിടിച്ചോണ്ടെന്ന് ASIക്ക് ഞാനും കനക മറ്റുമായിട്ടുള്ള ബന്ധം അറിയത്തില്ല. ഒന്ന് പറഞ്ഞു കൊടുത്തേ, കൂടെ നാണക്കേടായത്. എന്തോന്ന് നാണക്കേടാ? നിനക്ക് അടിക്കണമെങ്കിൽ വല്ല വാറിലും പോയിരുന്ന് അടിച്ചൂടെ? അല്ല, കനക സാറ് നിന്റെ അളിയൻ തന്നെ, നിലയും വിലയൊക്കെ നോക്കണ്ടേ? കഷ്ടം. മച്ചൻ വരുമ്പോൾ എന്നെയും വിടും. നീ എല്ലാം ലോക്കം. റൊണാൾഡ് ആരാന്ന് കാണിച്ചു തരും. മതി മതി. പച്ചമോര് വല്ലതും വാങ്ങിക്കണോ? പച്ചമോര് വല്ലതും വാങ്ങിക്കണോ? പൈസ കൊടുത്ത് കഴിച്ചിട്ട് മോര് കഴിച്ച് കളയാൻ പറ്റുമോ? വലിയവന്മാരാ. അന്ന് ഇപ്പൊ കണ്ടോളാം, കളി കണ്ടോളാം. പിന്നെ നോക്കും. സാറേ നമസ്കാരം. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. ഇദ്ദേഹത്തിന്റെ മോനെ ഒരു തോറ് പാല് വാങ്ങാൻ വേണ്ടി ആക്റ്റീവ് എടുത്തോണ്ട് പുറത്തോട്ട് പോയി. ആക്റ്റീവ് എടുത്തോണ്ട് പുറത്തോട്ട് പോയി. പക്ഷേ പോലീസ് വഴിക്ക് വെച്ച് കണ്ട് വണ്ടി എടുത്തോണ്ടെങ്കിൽ പോവാം. മോന്റെ പേരെന്താ? ആദിദേവ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 7ാം ക്ലാസ്സിൽ. എത്ര വയസ്സായി? 12. എത്ര വയസ്സായി മോന്? 12 വയസ്സായി. 12 വയസ്സായാലും ഇങ്ങനെ കൈനറ്റിക് കൊണ്ടേയും സ്കൂട്ടിയൊക്കെ ഓടിച്ചു പോകാൻ പാടുണ്ടോ? ലൈസൻസ് ഒക്കെ വേണ്ടേ? ഇതാരാ? ലൈസൻസ് എടുക്കേണ്ട പ്രായം എത്രയാണ്? 18. എത്രയാണ്? 18 വയസ്സ്. 18 വയസ്സ് പ്രായമാകാത്തൊരു പയ്യന്റെ കയ്യിൽ നിങ്ങൾ സ്കൂട്ടർ കൊടുത്തു വിട്ടു അല്ലേ? ഇപ്പം എന്താ ഓടിക്കേണ്ടത്? സൈക്കിളാണ്. സൈക്കിൾ ഓടിച്ചിടക്കേണ്ട പ്രായത്തിൽ പയ്യന്റെ കയ്യിൽ നിങ്ങൾ സ്കൂട്ടർ കൊടുത്തു വിടുക. പറ്റിപ്പോയി എന്തെങ്കിലും പറ്റിപ്പോയി എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ ആരുടെ പേരിന് വരാതെ പറയും? പോലീസിനെ, റോഡിനെ, നാട്ടുകാരെ കുറ്റം പറയും അല്ലേ?
മോനെ, അങ്കിൾ പറഞ്ഞ ശ്രദ്ധിച്ചേ കേൾക്കണം. വലിയ കുട്ടികളാണ് ബൈക്കൊക്കെ ഓടിച്ചു പോകേണ്ടത്. ഈ ചെറിയ പ്രായത്തിൽ സൈക്കിളാണ് ഓടിക്കേണ്ടത് കേട്ടോ. ഇനി ആവർത്തിക്കരുത് ആരെന്ത് പറഞ്ഞാലും കേട്ടോ. ഇപ്പോഴത്തേക്ക് ഒന്ന് ക്ഷമിക്കണം സാറേ, ഒരു അബദ്ധം പറ്റിയത്. ഇനി അബദ്ധം പറ്റാതിരിക്കാണ് ഈ പറഞ്ഞത്, മനസ്സിലായല്ലോ. ഒരു പെറ്റടിച്ചിട്ട് പോ, വണ്ടി 2 ദിവസം കഴിഞ്ഞ് കൊടുത്താൽ സാറേ. അത് പറ്റൂല സാറേ, ആ വണ്ടിയിലാണ് ഇത് എന്ന് ജോലിക്ക് പോകണം. അപ്പൊ പിന്നെ വണ്ടി കിട്ടായിരുന്നാ പറ്റുമോ? വണ്ടി എടുത്തുകൂട്, പുള്ളി എടുത്താകത്തിട്ട്. സാറേ കൊടുക്കണ്ട, 2-3 ദിവസം കഴിഞ്ഞ് വിട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. 2-3 ദിവസം കഴിഞ്ഞ് വണ്ടി കൊടുത്താലും മതി. ചെൽ അവിടെ പെറ്റി ഇനി ആവർത്തിക്കരുത്. അരെ സാർ ഞാൻ കുറേ നേരമായി. എന്താ പ്രശ്നം? എന്താ സാറേ, ആ മൈതാനത്ത് മദ്യപിച്ചിട്ട് ഭയങ്കര അടിയും മഴക്കുമായിരുന്നു. അതിലെ കൂടെ പോയ ഒരാൾ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ പിടിച്ചോണ്ട് വന്നവരെ. അയ്യോ മദ്യപിച്ചു സാറേ, മദ്യപിച്ചു എന്നുള്ളത് ശരിയാണ്. അടിയും മുഴക്കൊന്നുമില്ല, സത്യമായിട്ട് ഇച്ചിരി ഒച്ചപ്പാടുണ്ടായി. സാറേ, ഇവർ 3 കൂടെ മൈതാനത്തിരുന്ന് മദ്യപിച്ചോണ്ട് എങ്ങനെയെടുത്ത് വിളിച്ചു ഓടും. നോക്കട്ടെ. ശരി. എന്താ സാറേ, ഇവർ 3 പേരും കൂടെ മൈതാനത്തിരുന്ന് മദ്യപിച്ചോണ്ടിരിക്കുകയായിരുന്നു. 3 പേര്. അപ്പം വിവേക് ദാസ് വിളിച്ചു പറഞ്ഞു. വിവേക് ദാസ് വിവേക് ദാസ്. ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെ പണിയൊന്നുമില്ല. എൻ്റെ പേരെന്താടാ? ഷാജി. ഷാജി എന്താണ്? ഗൾഫിലായിരുന്നു, ഇപ്പം ഇവിടെ ഉണ്ട്. അങ്ങനെ വിവേക് ദാസ് വിളിച്ചു പറഞ്ഞ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മൈതാനത്തെത്തി. പിന്നെ ഇവർ മദ്യപിച്ച് ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഇടപെട്ടപ്പോഴത്തേന് റൊണാൾഡോ അണ്ണൻ എന്നെ പിടിച്ച് തള്ളി. അങ്ങനെ ചെറിയൊരു ബഹളവും കാര്യങ്ങളൊക്കെ. തമാശ നമ്മള് തമാശ വേറെ. ഈ മദ്യപിക്കാൻ ഏത് സ്ഥലം കണ്ടെത്തി? അപ്പുറത്തെ പറഞ്ഞു മൈതാനത്ത് സാറേ. ആള് വരുന്ന റൂട്ടല്ല. ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇപ്പൊ തൽക്കാലം ഒരു പെറ്റി അടച്ചിട്ട് പൊയ്ക്കോ. 1 2 3 നിങ്ങൾ മുതൽ പൊയ്ക്കോ. എവിടെ ആയിക്കോട്ടെ. അച്ഛമ്മേ അവിടെ ചെന്ന് എന്നെ പോലെ ഉള്ളവന്മാരെ വിളിക്കാനാണ് വേട്ടാവാളിയാന്നുള്ള പേരുണ്ടാക്കിയിട്ടേക്കുന്നത്. ഒരു കേസ് 4 പേരെ പിടിക്കുമ്പോ കെട്ടിറങ്ങട്ടെ. അത് സാറേ എന്താടി വല്ല അറിഞ്ഞാ? ഒന്നും അറിഞ്ഞില്ല. ആണോ? എങ്ങനെ അറിയാനോ? ഫോൺ വിളിക്കാൻ പറ്റില്ലല്ലോ. നീ വിളിച്ചു നോക്കിയോ? ഞാൻ എങ്ങനെ വിളിക്കാനോ? മാമ അവിടെ ഇല്ലേ? ഇനിയിപ്പോ വിളിച്ചിട്ട് അത് കണ്ടിട്ടുണ്ട് ഞാൻ അടുത്തെത്തുണ്ടാകും. നിനക്കപ്പോ നേരത്തെ അറിയായിരുന്നോ ലലിച്ചേട്ടൻ കഴിക്കണ കാര്യം? അങ്ങനത്തെ ഒരാളല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ ഇടയ്ക്ക് റൊണാൾഡോ അങ്കിളായിട്ട് പോയി ഇതുപോലെ കമ്പനി കൂടി എന്തോ ബൈക്കൊക്കെ മറിഞ്ഞ് വീണ് ഇവിടെയൊക്കെ അറിഞ്ഞ് അന്ന് ഭയങ്കര പ്രശ്നമായതാ. അന്ന് ഞാൻ പറഞ്ഞ എനിക്കത് ഇഷ്ടമല്ല, എൻ്റെ വീട്ടിൽ ഒട്ടും ഇഷ്ടമല്ല, ഇനി അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പ്രോമിസ് ഇട്ട ആളാണ്. വീണ്ടും അല്ല ഇപ്പൊ എന്തായി? വിട്ടോ അവിടെ നിന്ന്? സുലുവാൻ്റെ ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ അമ്മ അത് കണ്ടിട്ട് മാമനെ വിളിച്ച് പറഞ്ഞു. അപ്പൊ മാമൻ പെറ്റിയാക്കി വിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ എന്ത്. അല്ലെങ്കിൽ തന്നെ ലല്ലുച്ചേട്ടത് എന്ത് വിചാരിച്ചിട്ടാ? ഓൾറെഡി നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ മൊത്തം ഉടുക്കത്തെ ഡാർക്ക് ഇമേജ് ആണ് പുള്ളിക്ക്. ഇനി ഇതും കൂടെ ചെയ്തിട്ട് വേണം. നീ അത് വിട്. ഞാനത് വിടുക, എല്ലാം വിടുക. ഒന്നും വേണ്ടായിരുന്നു. ഞാൻ എന്തിനാ ഈ അഡീഷണൽ സ്ട്രെസ് എടുക്കണം? എനിക്ക് ഓൾറെഡി പഠിക്കാനുള്ള സ്ട്രെസ്സുണ്ട്, അതിൻ്റെ കൂടെ വീട്ടുകാരുടെ പ്രഷറുണ്ട്. പിന്നെ എന്തിനാ ഞാൻ ഇതെടുക്കണം? എനിക്കൊരു ആവശ്യമില്ല. എല്ലാവരും പറ്റിച്ച് കള്ളവും പറഞ്ഞു. മുത്തേ കരയുവാണാ? കരയണെന്തിനാ അതിന്?
സാരമില്ല, പോട്ടെ. പോട്ടെ, ഞാൻ ബ്ലോക്ക് ചെയ്തു. കരയല്ലേ കരയല്ലേ കരയല്ല. ഇല്ല. ആഹാ, ആരായി വരുന്നത്? ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞാ? ചേച്ചി, ദേ ഇങ്ങോട്ട് വന്ന ഒരാള് വന്നിട്ടുണ്ട്. ഓഫീസ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നേക്കുവാ. എന്തേ പോന്നെ നീ? വിട്ടോ? വിട്ടെങ്കി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആ വഴിക്ക് തന്നെ നേരെ കൊടുങ്ങാവിളേക്ക് പോകൂടായിരുന്നാ? എടാ, നിനക്ക് 2 പിള്ളേര് പഠിക്കണ കാര്യം നിനക്കറിയാവോ? 10 പൈസ നെറ്റി പോറാൻ നിന്റെ കയ്യിലില്ല. നീ കള്ളു കുടിക്കാനായിട്ട് നിനക്ക് എവിടെ നിന്ന് ഇതിന് മാത്രം പൈസ? കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം, അല്ലാതെ ചെറിയ തെമ്മാടിത്തരം കാണിച്ച് നടക്കുമല്ല ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം കുഞ്ഞമ്മച്ചി വന്നപ്പോ എന്താ പറഞ്ഞത്? ഇവിടെ നിന്നിട്ട് റൊണാൾഡോ അച്ചാച്ചയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലെന്ന്. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട, നേരെ കൊടുങ്ങാവിളൊക്കെ വിട്ടോ. എന്തായാലും സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ലല്ലോ. ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ? റൊണാൾഡോ അച്ചാച്ചാന്ന് വിളിച്ചാൽ നിങ്ങൾ തികയ്ക്കൂലല്ലോ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി കള്ളും കുടിച്ച് കണ്ണിക്കണ്ട നടക്കുന്നത്. നിങ്ങൾ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രശ്നമില്ല. നീ എന്നാ ചെറുക്കനെ വിളിച്ചോണ്ട് പോയത്? ലല്ലുനെ. അവനും കള്ളു കുടിച്ചാ? പിന്നെ കള്ളു കുടിക്കാതെയാണോ? കള്ളു കുടിക്കാതെ വേഷം കെട്ടിന് പിന്നെ അവിടെ പോയി കിടക്കണെന്തിനാ? ഞാൻ വിളിച്ചോണ്ട് പോയതല്ല, ഞാൻ ഇരിക്കുന്ന സമയത്താൻ വന്നതാണ്. അല്ല, ഞാൻ ആരെയും വിളിച്ചോണ്ട് പോയില്ല. വിളിച്ചോണ്ട് പോയില്ല. പറഞ്ഞോ ഞാൻ വിളിച്ചോണ്ട് പോയി. റൊണാൾഡോ അച്ചാച്ചന് കുടിക്കണമെങ്കിൽ റൊണാൾഡോ അച്ഛന് ഒറ്റയ്ക്ക് പോയി കുടിക്കണം. ഈ കണ്ണി കാണുന്ന എല്ലാ സകലമാന ബംഗാളികളും എല്ലാവരുടെ കൂടെ ഇരുന്ന് കുടിക്കുന്നുണ്ട്. എന്ത് കുടിക്കുന്നില്ലേ? എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവരെ വിളിച്ചോണ്ട് പോകണം എന്തിനാ? സുലി ചേച്ചി എന്തോരം വിഷമിച്ചെന്നറിയോ? പണ്ട് എനിക്ക് ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രശ്നം. ഇപ്പൊ ക്ലീറ്റോ ചേട്ടൻ നന്നായിപ്പോ റൊണാൾഡോ അച്ചാച്ചനായി. ഞാൻ എന്ത് ചെയ്തതാണ്? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരാരും ഇത്ര ചോദ്യം ചെയ്തില്ലല്ലോ. കഴിച്ചു. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നലെ അവനെ കഴിച്ചിട്ട് ദേ ഈ നേരം വരെയായിട്ട് അവന് നേരെ നിൽക്കാൻ പറ്റിയിട്ടില്ല. കൊടുങ്ങാമലയെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരെ പൊക്കോ അങ്ങോട്ട്. എല്ലാരും പറഞ്ഞു. ഇവിടെ എന്നെ പകിട കെട്ടിയവൻ അവിടെ സ്റ്റേഷനിൽ വെച്ച് കണ്ടിട്ട് പരമ്പര വെച്ച് കണ്ട പരിചയം പോലും എന്റെ അടുത്ത് കാണിച്ചില്ല. ഞാനെന്തോ കൊലപാതക കുറ്റിയാണോ? ഞാൻ കള്ളുടിച്ചു, ആളുടിച്ചു. ഞാൻ കൊലപാതകം ചെയ്തിട്ടൊന്നുമില്ല. അവര് പറയുന്ന പെറ്റി അടക്കാൻ ഞാൻ അടയ്ക്കും. പൈസ ഉള്ളതുകൊണ്ട് നിനക്ക് അടയ്ക്കാം. ഒരു പരിചയം ഇവൻ ചുമ്മാ ഞാൻ പോയിട്ട് പോവാ, നാടുവിട്ട് പോവാ. ഒരു കഥയില്ലാത്തവൻ അതാ ഒന്നുമില്ലാട്ടാ. എന്തിനാ മുത്തിനെ അന്വേഷിക്കുന്നത്? നിന്റെ ആരാത്? അതെന്റെ കൊച്ചു. എന്റെ കൊച്ചു. ആ പെങ്കൊച്ചൊക്കെ അതിന്റെ കൂട്ടുകാരി. അവക്ക് എന്തൊരു നാണക്കേടായിരിക്കും നീ കാണിക്കുന്നത്. അവരുടെ പപ്പയൊക്കെ അടിക്കുന്ന കൂട്ടത്തിലാണ്. അവരുടെ പപ്പ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിരിക്കും. ഏട്ടൻ വരുന്നതിന് മുന്നേ പൊക്കോ കൊടുങ്ങാവിളക്ക്. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കായിരിക്കും ബാക്കി കിട്ടുന്നത്. എന്തിന് എന്നെ പിടിച്ചോണ്ട് എനിക്ക് പറ്റിയത് മക്കൾക്ക്? ചേച്ചി ബാഗ് എടുത്ത് കൊടുക്കേച്ചി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. തെറ്റ് പറ്റാത്തവരാരുമില്ല തങ്കം ക്ലീറ്റസ്. തെറ്റ് പറ്റിപ്പോയി. ഒരാള് പാത വിട്ട് സഞ്ചരിക്കുമ്പോൾ അയാളെ നേർവഴിക്ക് കൊണ്ടുവരേണ്ട ആരാണ്? അമ്മമാരാണ്. നിങ്ങൾ അമ്മയും ജനപ്രതിനിധിയും കൂടെ. അപ്പൊ എൻ്റെ സങ്കടം ഞാൻ മോശമായിട്ട് പോകുന്നുണ്ട് എന്നെ കൊണ്ടുവരേണ്ടത് നിങ്ങളല്ലേ? അല്ലേ? ഞാൻ നിങ്ങളെ അമ്മയെ പോലെ കാണുന്നതല്ലേ? പറ്റിപ്പോയി. ഞാൻ കഴിച്ചു. പോലീസ് വന്ന് ഏതൊരു ആയുധം കുടിച്ചൊരു പോലീസ് വന്നു. പക്ഷെ സ്റ്റേഷനിൽ വെച്ചുണ്ടോ എൻ്റെ മനോവേദന ഉണ്ടല്ലോ, അത് ഞാൻ മറക്കില്ല. എൻ്റെ ക്ലീറ്റസ് വത്തായാണ് അവിടെ എസ് ഐ ഇരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്നെ ഇവിടെ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്നത്. ഇവിടെ ഒരു അന്യനായിപ്പോയി. കുഴപ്പമില്ല, ഞാൻ പെരലോട്ടൊന്നും വരുന്നില്ല. അവിടെ ഇരുന്നോ, വരണ്ട. ഞാൻ റോസ്മേരിനെ വിളിക്കാൻ പോണ പോക്കായി കാണുന്നത്. എല്ലാവരും അറിയട്ടെ. അങ്ങനെ നീ അത്ര നല്ലവനാവണ്ട. നല്ലവനല്ല, ഞാൻ നല്ലവനല്ല. അങ്കിളിനെ കണ്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇങ്ങനെ തന്നെ അവിടുത്തെ കാര്യം. നീ നാളെ വരുമോ? ചേട്ടാ വണ്ടി മാറ്റും. എടി
ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് കേൾക്കണ്ട. ഈ കമ്പനിയും കൂടി പോലീസ് സ്റ്റേഷനിലും കയറി നിൽക്കുന്ന ആൾക്കാരെ പറയണെന്ന് എനിക്ക് കേൾക്കണ. വാ മാളു. എടി ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടി ഞാൻ കുടിച്ചിട്ടില്ല. പിന്നെ എന്തിനാ പോലീസ് പിടിച്ചോണ്ടോയേ? എന്റെ പൊന്നു മാളു ഇതിന്റെ ഇടയിൽ കയറി ഏരിപിരി കേട്ടാ ഞാൻ പറയുന്ന അവള് മനസ്സിലാക്കി. കാര്യം പറയുന്നതാണ് ഒരു വീഡിയോ കിട്ടണം. അത് തന്നെയാണ് സത്യം. ഈ അന്ന് ഞാൻ റൊണാൾഡോ അണ്ണനായിട്ട് കുടിച്ചിട്ട് വന്നതിന് ശേഷം ഞാൻ സത്യം ഇട്ടതാ. പിന്നെ കുടിക്കൂലെന്ന് കുടിച്ചിട്ടില്ല ഞാൻ. ഓർമ്മയുണ്ടത്. എന്നിട്ട് ചെയ്തതപ്പോ ചീറ്റിംഗ് അല്ലേ അത്? എടി ഞാൻ അങ്ങനെ ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്ന് നിപ്പില്ല ഇവിടെ അങ്ങ് എരിഞ്ഞങ്ങ് പോട്ടെ. എടി കുടിച്ചിട്ടില്ല പറയുന്ന വിശ്വസിക്കുന്നേ. ഇല്ല, വിശ്വസിക്കൂല. ഞാൻ എന്തിനാ വിശ്വസിക്കണേ? ഞാൻ ഞാൻ കേട്ട് റൊണാൾഡോ പറഞ്ഞതും കേട്ട് മാമ വിളിച്ചൊക്കെ ഞാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ റൊണാൾഡോ അണ്ണനടുത്ത് ചോദിച്ചോ ഞാൻ കുടിച്ചില്ലേന്ന്. റൊണാൾഡോങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്. മിണ്ടാതിരി പറഞ്ഞ് മനസ്സിലാക്കിട്ട് എന്തിനാ മിണ്ടായിരിക്കണേ? എന്താ കള്ളം പറയണേ? എടി ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല. കുട്ടിക്ക് ചാവ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഞാനായിട്ട് തുടങ്ങിയല്ലേ ഇത്. ഞാനായിട്ട് തന്നെ ഇതോട് തീർക്കുവാണ്. ഇനി എന്റെ പിറകെ വരണ്ട. ഇന്നെന്നല്ല ഒരിക്കലും. മുത്തേ ഇതിലല്ല ചേട്ടാ, ഞാൻ കാര്യം പറയട്ടെ. മുത്തായതുകൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞത്. ഞാനെങ്ങാനും ആയിരുന്നു അവളുടെ സ്ഥാനത്തെങ്കിൽ ഉണ്ടല്ല ഇങ്ങനൊന്നും ആയിരിക്കുമല്ലോ സംസാരിക്കുന്നത്. എടി മാളു കുറച്ചും കൂടെ മര്യാദക്കൊക്കെ ബിഹേവ് ചെയ്യേട്ടാ. മുത്തേ എടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ അവളെ. മുത്തേ താരോട് പറയാ ഞാൻ. കരയാതെ പൊക്കോ. എനിക്കെന്തോ എല്ലാരും പൊക്കോ. ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ആരും വിശ്വസിക്കില്ലല്ലോ. പൊക്കോ. തങ്കം 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 എന്റെ തങ്കം ഇല്ലേ മോളെ? ഇല്ല, എന്റെ അമ്മയും മാമിയും കൂടെ മറ്റേ നിങ്ങളുടെ കുടുംബശ്രീ ആന്റി റിസപ്ഷൻ അല്ല. ആന്റി പോയില്ലേ? ആന്റിക്ക് പോകാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ലല്ലോ മക്കളെ. റൊണാൾഡിനെ ഒന്ന് വിളിക്കൂ. അങ്കിൾ ഇത്രയും നേരം അമ്മ അകത്തേറ്റാത്തോണ്ട് ഇവിടെ കിടക്കുമായിരുന്നു. ഇപ്പൊ പോയപ്പോ ഞാനാ വിളിച്ച് ഉറങ്ങാന്ന് തോന്നി. ഞാൻ വിളിച്ചു നോക്കാം. റൊണാൾഡോങ്കിലേ സുലു ആന്റി വിളിക്കുന്നു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. കണ്ടു പോയി സംസാരിക്കും. എന്താ അത്യാവശ്യം തോന്നുന്നു. റൊണാൾഡോ ഒരു കാര്യം ചെയ്യും. ഒരു കാര്യം ചെയ്യും. റൊണാൾഡോ എന്റെ ലല്ലുവിനെ കാണുമ്പോഴല്ലേ ഞാൻ നിന്നെ കാണുന്നത്. നീ എന്നെ ചേച്ചിയെ പോലെയാണ് കാണണേന്നുണ്ടെങ്കിൽ നീ സത്യം പറ എന്നോട്. ലല്ലു കുടിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല ചേച്ചി, ലല്ലു കഴിച്ചില്ല. ഞങ്ങള് ഒരു പകുതി ആയപ്പോഴാണ് അവൻ ആ വിവേകദാസനെ കണ്ടാണ് കാണാൻ വന്നത്. ഞാൻ വെറുതെ എന്തോ മനസ്സിൽ വെച്ചിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് ഒന്നും തള്ളും വഴക്കുമൊക്കെ ആയി. സത്യം പറഞ്ഞാൽ അവൻ നിരപരാധിയാണ്. ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് അവൻ വന്ന് കയറി. അവൻ കഴിച്ചിട്ടില്ല. എന്റെ വിഷമം കൊണ്ട് നീ കള്ളം പറയണല്ലോ. ഒരിക്കലും അല്ല. ഞാൻ ഉള്ള കാര്യം. കൊടങ്ങാവളം മാതാവാണ്. ഞാൻ മാതാവിനെ പിടിച്ച് സത്യം കള്ളസത്യം ചെയ്യട്ടെ. എനിക്കിപ്പോൾ അവൻ്റെ പ്രീതിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്ന് കഴിച്ചിട്ടില്ല, അത് ഞാൻ ഉറപ്പ് വരാം. അവൻ നിരപരാധിയാണ്. ഞാൻ എൻ്റെ കുഴപ്പം ചേച്ചി. ചേച്ചി എൻ്റെ സ്വന്തം അണ്ടാരോടങ്ങാൻ. എന്തൊരു കളർ. ഇതൊക്കെ പിള്ളേര് ഇന്നാണ് എന്റെ പൊന്നു മുത്തേ. ഈ കളർ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? സത്യം പറ. എനിക്ക് നാണാവും ഇതൊക്കെ ഇട്ടുണ്ട് കിടക്കാൻ. ഇത് ഇട്ടിട്ട് അമ്മയുടെ കൈ കാണുമ്പോ അമ്മയ്ക്ക് സന്തോഷം കിട്ടില്ലേ? പിന്നെ കൊച്ചു പെൺപിള്ളേരൊക്കെ ഇടുന്നതാ ഇതൊക്കെ. അമ്മയ്ക്ക് ഇഷ്ടമല്ല കൈ ഇങ്ങനെ കാണാൻ? ഇഷ്ടമൊക്കെ തന്നെ. ബാക്കി ആൾക്കാർ എന്തെങ്കിലും പറയുന്ന അതൊക്കെ വിട്ട് കഴിഞ്ഞാ ഒന്ന് പറ. അമ്മയും കാട്ടിയും പ്രായമുണ്ട് എന്നെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരൊക്കെ വരണമാണ്. വലിയ കമ്മലൊക്കെ ഈ പറഞ്ഞ പോലെ ജോലിയൊക്കെ ഉണ്ട്. അതിനെന്താ ജോലിയുള്ളവർ മാത്രമേ ചെയ്താൽ മതി. നമുക്ക് എന്താണ് ഇങ്ങനത്തെ അതിങ്ങനെ മാറ്റാവും. നല്ല രസമല്ലേ? എന്താവും? മാറ്റ് ആക്ച്വലി അപ്പുറത്ത് തോന്നണം. പിന്നെ നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ടാണ്.
ഓ ഇനിയിപ്പോ എന്തായാലും വിട്ടില്ല, ഇനിയിപ്പോ ഇപ്പുറത്തോട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഉണങ്ങണേ മുമ്പ് ഒന്നും ചെയ്യാൻ പോകരുത്. പാത്രം ഒന്നും പോയി കഴുകിക്കളയല്ലേ പ്ലീസ്. പിന്നെ ഞാൻ അല്ലെങ്കിൽ ഉണങ്ങണേന് നശിപ്പിക്കും. നശിപ്പിക്കും അമ്മ, ഓർക്കൂല. എന്നിട്ട് ഒരു അയ്യോ മുത്തേ. ഹരഹരോ ഹരഹര സ്വാമി, ഹരഹരോ ഹരഹര മുരുക, ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര സ്വാമി, ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര മുരുക, ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. എന്താ പളനി പോവാൻ വിചാരിച്ചു. കുറേ പാപങ്ങൾ ചെയ്തതും ചെയ്യാത്തതായിട്ട് ഒരുപാടുണ്ട്. അതെല്ലാം അവിടെ പോയി പറഞ്ഞ് മനസമാധാനമായിട്ട് തിരിച്ചു വരണം. കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ സ്നേഹത്തോടെ പറയുന്നതെല്ലാം അവർക്ക് ദേഷ്യമായിട്ട് തോന്നുന്നു. അതെല്ലാം അവർ ഇങ്ങോട്ട് പ്രകടിപ്പിക്കുന്നു. ഇതെല്ലാം മാറണം. എല്ലാം മാറി അവിടെ പോയി പ്രാർത്ഥിച്ച് പളനി പോയി 3 വലയം വെച്ച് ഹരഹരോ ഹര വിളിച്ചിട്ട്. പക്ഷെ വെറുതെ ഇങ്ങനെ നേർച്ചയായിട്ട് പോയാ പോരാ, അവിടെ ചെന്ന് നേർച്ചയൊക്കെ ചെയ്ത് തലയൊക്കെ മുട്ടയടിക്കണം. അല്ല, ഇതിൽ പോയി പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പോക്ക് എന്തായാലും മുട്ടയടിക്കുകയും ചെയ്യും, ശൂലവും കുത്തിനെ ഉറപ്പായിട്ട്. ശൂലമൊക്കെ കുത്തണം. പിന്നെ പോയി വന്നാലും കയ്യിലിരിപ്പ് നല്ലതായിരിക്കണം. അല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ 100 വീട്ടിൽ പിഷ എടുത്തിട്ട് ആ പൈസ കൊണ്ട് അവിടെ പോയി ഞാൻ പരിഹാരം എല്ലാം വീട്ടിൽ കയറി. ഇപ്പൊ ആദ്യത്തെ വീടല്ലേ? ഓ ഇപ്പൊ ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഭഗവാനെ, മുരുക സ്വാമി, പിഷ ഇങ്ങനെ പോയി പൈസ എടുത്തിട്ട് വരാം. മുത്തേ, സത്യമായിട്ടും വേണ്ട, എന്റെ മുരുക സ്വാമിയാണ് സത്യം. ഞാൻ കുടിച്ചിട്ടില്ല. നീ വിശ്വസിക്കുന്നു എന്നെ? കുടിച്ചിട്ടില്ല. ഹരഹരോ ഹരഹര. അമ്മേ മുരുക, അതോളെ. ശരി കേട്ടോ. എന്നാ ശരി. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. എനിക്ക് ഭക്ഷണം കിട്ടിയില്ല. ഹരഹരോ ഹരഹര. പ്രാർത്ഥിക്കാമേ. നീ പ്രാർത്ഥിക്കണേ. പോട്ടെ. ശരി. ഹരഹരോ ഹരഹര മുരുക, ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. ഹരഹരോ ഹരഹര. Aliens.